ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്രയും ശ്രീദേവിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിത്ര പറയുന്നുണ്ട്, അതെ ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞാണ് മിത്രയുടെ അടുത്തേക്ക് ശ്രീദേവി കയറി വരുന്ന കേട്ടോ. അപ്പോൾ ശ്രീദേവിയുടെ അടുത്ത് മിത്ര പറയാണ്, മുതിർന്നവരെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ മറ്റുള്ളവരെ അടിമയാക്കി വെക്കുക എന്നുള്ളതല്ല ശ്രീദേവി ചേച്ചി. അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. പോരാഞ്ഞിട്ട് കുടുംബത്തിലെ മൂത്തവരെന്ന് പറയുമ്പോൾ അവർക്കായിരിക്കണം ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളതും എന്നൊക്കെ ഇങ്ങനെ വാചാലയായിട്ട് സംസാരിക്കട്ടോ. ശ്രീദേവി ചോദിക്കുന്നുണ്ട്, അപ്പോൾ മിത്ര പറഞ്ഞു വരുന്നത് എന്താണ്? കുടുംബത്തിലുള്ള മൂത്തവരെ ഒന്നും ബഹുമാനിക്കേണ്ടെന്നാണോ? എൻ്റെ ചേച്ചി, ഞാൻ ബഹുമാനിക്കേണ്ടെന്നല്ല പറഞ്ഞത്. മൂത്തവരായാൽ അതിൻ്റേതായിട്ടുള്ള കടമ അവർക്കുണ്ട്. അല്ലാതെ മറ്റുള്ളവരുടെ മേലെ കുതിര കയറി അവരുടെ ആവശ്യങ്ങളെ ചവിട്ടി തിരിക്കുകയും ചെയ്ത് മനസ്സിൽ പ്രയാസങ്ങളുണ്ടാക്കി കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കിയും എപ്പോഴും ദേഷ്യപ്പെട്ടു ഇരിക്കുന്ന ഒരാളായിരിക്കരുത് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓ, എന്നാലും മിത്ര എന്തൊക്കെയാ പറയണേ? ഇതൊന്നും എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഞാൻ മിത്രയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് വന്നതാ. ശരി, എന്ന് ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ശ്രീദേവി അവിടെ നിന്ന് അങ്ങോട്ട് പോവാട്ടോ. മിത്ര നല്ല സങ്കടത്തിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പം ധർമ്മനാണെങ്കിൽ പുറത്തിറങ്ങി നിന്നിട്ട് ആര്യനോട് പറയുന്നുണ്ട്, ആര്യ നീ വിഷമിക്കാതെ, നിൻ്റെ അച്ഛനല്ലേ പതിവായിട്ട് ഇവിടെ എപ്പോഴും ഉള്ളതുപോലെ തന്നെയല്ലേ ഇപ്പോഴും പറയണത്, അതങ്ങ് അങ്ങനെ കണ്ടാൽ മതി. പിന്നെ മിത്ര അവൾ ശരിക്കും പേടിച്ചു പോയിട്ടുണ്ട്. എൻ്റെ ഈ ഒരു ദേഷ്യപ്പെടൽ കണ്ടപ്പോഴേ അത് നീ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചാൽ അത് തീരാവുന്നതേ ഉള്ളൂ എന്ന് ധർമ്മനെ ആശ്വസിപ്പിക്കുക കേട്ടോ. ആര്യം പറയണം, മാമൻ എന്തായി പറയണത്? ഇവിടെ അച്ഛന് മാത്രം എന്തോ ആവാവുള്ളതാണ് അച്ഛൻ്റെ വിചാരം. അച്ഛൻ എന്താ അവിടെ നിന്ന് പറയുന്നത്? അച്ഛൻ്റെ വീടാണെന്നല്ലേ? വീട്, സ്വന്തമായിട്ടൊരു വീട് വെച്ചതുകൊണ്ട് എല്ലാം തികഞ്ഞു എന്നാണോ അർത്ഥം? ലോകത്ത് അച്ഛൻ മാത്രമാണോ സ്വന്തമായിട്ടൊരു വീട് വെച്ചത്? ഞാനും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനും വീട് വെക്കും മാമ, നോക്കിക്കോ. നല്ല അന്തസ്സായിട്ട് തന്നെ ഞാനും വീടൊക്കെ വെച്ച് കാണിച്ചു കൊടുക്കും. പിന്നെ അച്ഛൻ ഇപ്പോൾ പറയുന്ന ഈ ഒരു കാര്യത്തിനൊക്കെ തിരിച്ചൊരു മറുപടി ആരെങ്കിലും കൊടുക്കണ്ടേ? എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരുന്നാൽ പറ്റത്തില്ലല്ലോ. ഞാൻ മറുപടി കൊടുത്തിരിക്കും. വീട് വെച്ചും നല്ല രീതിയിലായി തന്നെ ഞാൻ കാണിച്ചു കൊടുത്തിരിക്കുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഉടനെ ധർമ്മൻ പറയണം, വേണോടാ, അത് വേണം. നീ അന്തസ്സായിട്ടൊരു വീടൊക്കെ വെക്കണം, എന്നാലേ നിൻ്റെ കൂടെ എനിക്ക് വന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ധർമ്മൻ പറയാം. അതുമാത്രമല്ല, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അളിയൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ലൊരു മോട്ടിവേഷനായിട്ട് നീ അങ്ങ് എടുത്താൽ മതി. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കും വാശി കൂടുമല്ലോ, ഓരോന്നും ചെയ്യണമെന്നും ഉണ്ടാക്കണമെന്നും. അതിൽ കൂടെ നമ്മളത് ആ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യും. അതൊരു നല്ല കാര്യമൊന്നും വിചാരിച്ചാൽ മാത്രം മതി. പിന്നെ മിത്ര അവൾ ശരിക്കും വിഷമിച്ച് പോയിട്ടുണ്ട്. ട്യൂഷൻ അവളുടെ സ്വപ്നമായിരുന്നല്ലോ. അത് മാത്രമേ ഉള്ളൂ ഒരു വിഷമം. സാരമില്ല. പിന്നെ നീ അവളെ സമാധാനിപ്പിക്കണം. അളിയനോട് ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വീണ്ടും ഇനി ട്യൂഷൻ അതിനിപ്പം എങ്ങനെ ശരിയാക്കാൻ പറ്റും? പിള്ളേരോടൊക്കെ ഇനി അവിടെ പോയി എങ്ങനെയാണ് പറയാൻ പറ്റുക? അതും പറ്റത്തില്ല. എന്നാലും എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ടടാ. നീയും ഇത്ര സ്നേഹത്തോടുകൂടെ പോണ കാണുമ്പോഴേ എത്ര സന്തോഷം എന്ന് എനിക്കറിയോ. നീ എത്ര സപ്പോർട്ടാണ് മിത്രയ്ക്ക് കൊടുക്കുന്നത്. മിത്രയും തിരിച്ച് നിനക്ക് വേണ്ടി കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമല്ലേ. അത് കാണുമ്പോൾ തന്നെ നല്ല മനസ്സ് നിറയുന്നുണ്ട്. അതിൽ നിന്ന് എന്നെ മനസ്സിലാക്കാം. നീയും മിത്രയും നല്ലൊരു നിലയിലെത്തും, വലിയ ആളുകളാവും. നീ നോക്കിക്കോ. അവൾക്കും നല്ലൊരു ജോലിയൊക്കെ കിട്ടി നല്ലതാവും, എനിക്ക് ഉറപ്പാണ് എന്ന് പറയാട്ടോ. എന്നിട്ട് ഇതേപോലെ തന്നെ ഗോമതി സ്റ്റോറി ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ചെന്ന് രാമേട്ടനോട് ധർമ്മൻ പരാതി പറയാനുണ്ട്, മിത്രയോട് ബാലൻ ചെയ്ത കാര്യങ്ങളെല്ലാം. അങ്ങനെ രാമേട്ടൻ വന്ന് ബാലന് നല്ല വഴക്ക് പറയാനുണ്ട്. എന്താ നീ കാണിച്ചത്? ശരിയായിട്ടുള്ള നടപടിയാണോ ബാല? അവരുടെ ആഗ്രഹം നീ ഇല്ലാതാക്കി കളഞ്ഞില്ലേ? അതൊരു നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ എണീറ്റ് വന്നിട്ട് പറയാം, എന്ത് നല്ല കാര്യമെന്നാണ് രാമേട്ടൻ പറയുന്നത്? എനിക്കത് ഇഷ്ടമുള്ള കാര്യമില്ല. അവൾക്ക് പഠിക്കണമെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവൾ പഠിക്കട്ടെ. അല്ലാതെ 2-3 പിള്ളേരെ വിളിച്ചിരുത്തി കാക്ക കീക്കി പറഞ്ഞു കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അതിൻ്റെ പുറകെ നടക്കണേലും നല്ലത് അവൾ അന്തസ്സായിട്ട് പഠിച്ചൊരു ജോലി വാങ്ങുന്നതല്ലേ. പിന്നെ 2 പിള്ളേരെ ട്യൂഷൻ എടുത്ത് കിട്ടുന്ന വരുമാനവും കൊണ്ട് എൻ്റെ കുടുംബം കഴിയേണ്ട ഒരു ആവശ്യമില്ല. അതിനുവേണ്ടി ഞാനിവിടെ സമ്പാദിക്കുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേട്ട് മുന്നോട്ട് പോയാൽ മതി എൻ്റെ വീട്ടിലുള്ളവർ എന്ന് പറയുമ്പോൾ രാമേട്ടൻ പറയാം, എടാ 3 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ ഒരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും തികഞ്ഞു എന്നാണോ നീ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? ഞാൻ അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ എത്ര പട്ടിണി കിടന്ന രാമേട്ടൻ വളർന്നത്. പിന്നെ ഇപ്പോൾ 3 നേരം നല്ലപോലെ ഭക്ഷണം കൊടുക്കാനും വയറ് നിറയ്ക്കാനും എനിക്ക് പറ്റുന്നുണ്ട്. അത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം. അത് നിൻ്റെ തോന്നലാണ്. നിനക്ക് മാത്രമാണ് അങ്ങനെ ഭക്ഷണം കഴിച്ച് വയറ് വീർത്താൽ തന്നെ ജീവിതം തീർന്നു. അങ്ങനെയല്ല, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നീ വരച്ച വരയിലും നിൻ്റെ ട്രാക്കിൽ കൂടെയൊക്കെ മറ്റുള്ളവർ പോകണമെന്ന് പറയണത് ശരിയാണോ? അങ്ങനെ പോയാൽ മതി. ഞാൻ വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടും ഉണ്ടാക്കിയും സമ്പാദിച്ചും എല്ലും മുറിയെ പണിയെടുത്ത് ഉണ്ടാക്കിയതാണ് എൻ്റെ ട്രാക്ക്. ആ ട്രാക്കിൽ കൂടെ വരുന്നവർ വന്നാൽ മതി, അല്ലാത്തവർ വരണ്ട.
ഞാൻ പറയുന്നത് കേട്ട് മാത്രം അവിടെ ഉള്ളവർ ജീവിച്ചാൽ മതി. അങ്ങനെ ഒരു തീരുമാനം സ്വന്തമായിട്ട് ആരും എടുക്കേണ്ടത് ഞാൻ സമ്മതിക്കില്ല എന്നങ്ങനെ പറയട്ടോ. രാമേട്ടനോ അന്തം വിട്ടു പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴും ധർമ്മൻ പറയണം, പട്ടീര വാല് പന്തിരാണ്ടം കുഴലിട്ടാലും അത് ചുരുണ്ട തന്നെ ഇരിക്കും. എന്താടാ നീ പറഞ്ഞത്? ഓ ഒന്നുമില്ലേ, ഞാനൊന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ മിത്ര സങ്കടം കൊണ്ട് മുറിയിലിരിക്കുന്ന സമയത്ത് ആര്യൻ നേരെ അകത്തേക്ക് കയറി വന്നിട്ട് മിത്രയെ സമാധാനിപ്പിക്കുന്നുണ്ട്. മിത്രയെ, നീ എന്താ വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ല ആര്യ, എനിക്കൊരു കുഴപ്പമില്ല. എന്നിട്ടാണോ മോഹം ഇങ്ങനെ ഇരിക്കണേ? അതല്ല, അത് വേറെ ഒന്നുമില്ല. എനിക്കറിയാം, അച്ഛൻ്റെ നിന്ന് വഴക്കിയിട്ടിട്ടല്ലേ. സാരമില്ല, നീ അതങ്ങ് വിട്ടുകളാ. ട്യൂഷൻ എടുക്കാൻ പറ്റാത്തതിൽ ഇത്രയും വിഷമിക്കണ്ട. ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞതാണല്ലോ അച്ഛൻ സമ്മതിക്കില്ല എന്ന്. അപ്പോൾ അത് തന്നെ നടന്നു. എന്നാലും ആര്യ, അങ്കിൾ എന്നോട് ഇങ്ങനെ പെരുമാറും ഞാൻ വിചാരിച്ചില്ല. കുട്ടികൾക്ക് 2 അക്ഷരം പറഞ്ഞു കൊടുത്താൽ എന്താ കുഴപ്പം? അതുമാത്രമല്ല, ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങളാണ് വെച്ചിരുന്നതെന്നറിയോ? ആര്യനെ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് സഹായിക്കാൻ പറ്റും. ആര്യൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതിൽ ഒരാശ്വാസം എന്നെ കൊണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആര്യൻ സ്നേഹത്തോടു കൂടി മിത്രയോട് പറയാണ്, മിത്ര, നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഇപ്പം നിൻ്റെ ജോലി പഠിക്കുക എന്നുള്ളതാണ്. നീ നന്നായിട്ട് പഠിക്കും. നാളൊരു കാലത്ത് നിനക്ക് നല്ല ജോലിയെല്ലാം കിട്ടും. പിന്നെ എന്നെ സഹായിക്കണമെന്നുള്ള ചിന്തയിൽ കൂടെ നടക്കാതെ, അല്ലെങ്കിൽ തന്നെ എന്നെ സഹായിക്കാൻ നീ എന്തുദ്ദേശത്തിലാണ് പറയണത്? അല്ല ആര്യ, 6000 രൂപയല്ലേ വീട്ടിൽ ചിലവിന് കൊടുക്കണേ? അടുത്ത മാസം മുതൽ 10,000 കൊടുക്കാമെന്ന് അങ്കിളിനോട് വാക്ക് പറഞ്ഞതല്ലേ? ഞാൻ ട്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 4,000 രൂപയും കൂടെ എങ്ങനെയെങ്കിലും ഒപ്പിക്കാമല്ലോ. അപ്പോൾ സന്തോഷത്തോടെ നമുക്കത് കൊടുത്തൂടെ? എങ്ങനെ ഒപ്പിക്കാമെന്നാണ് നീ പറയണേ? നിനക്ക് എത്ര കുട്ടികളാണ് വന്നത്? ഇപ്പോൾ തന്നെ 3 കുട്ടികൾ വന്നിട്ടുണ്ട്. എത്ര രൂപ കിട്ടും? എല്ലാം കൂടെ 10-800 രൂപ കിട്ടും. 800 രൂപ, ബാക്കി 3200 രൂപ ഇനിയും വേണ്ടേ? വരും ആര്യ, കുറേ കുട്ടികൾ, നമ്മുടെ ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തന്നെ അവരുടെ മാർക്ക് സ്കോറും കാണുമ്പോൾ പല അച്ഛനമ്മമാരെ ഇവിടെ വിടും. അങ്ങനെ 10-25 പിള്ളേരൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല വരുമാനം കിട്ടും. അതിൽ നിന്ന് ആര്യനെ സഹായിക്കാനുള്ള നല്ലൊരു എമൗണ്ട് എനിക്ക് കിട്ടും. അതൊക്കെയായിരുന്നു എൻ്റെ പ്രതീക്ഷ. എല്ലാം തകർന്നു. സ്വപ്നങ്ങളൊക്കെ കൊള്ളാം. ഇനി വീണ്ടും കെട്ടിപ്പൊടുക്കി പൊക്കത്തിലാക്കണ്ട, മൊത്തത്തോടെ താഴെ വീഴും. അച്ഛനതിനൊന്നും സമ്മതിക്കില്ല. ഇതൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട. എൻ്റെ കഷ്ടപ്പാട് ഓർത്തും നീ വിഷമിക്കണ്ട. ഇപ്പം നിന്നോട് പഠിക്കാനാണ് ഞാൻ പറയുന്നത്. നന്നായിട്ട് പഠിക്കും. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ നീ ഒരു ബാധ്യതയായിട്ട് അങ്ങ് എടുത്താൽ മതി കേട്ടോ. അതല്ല ആര്യ, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അടുത്ത് നിന്നപ്പോൾ എനിക്ക് ഇത്രയും വിഷമമില്ലായിരുന്നു. കാരണം എനിക്ക് ജോലി ഇല്ലെങ്കിലും സ്വാതന്ത്ര്യത്തോടെ അവർ അച്ഛനും അമ്മയല്ലേ ചോദിക്കാമല്ലോ. അതുപോലെയാണോ ഇവിടെ? അങ്ങനെയല്ലല്ലോ. ആര്യനെ സഹായിക്കണമെന്നുള്ള മെൻറ്റാലിറ്റി. അത് ശരി. അങ്ങനെ നീ ചിന്തിക്കണ്ട. നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണോ എന്നൊരു ചിന്ത നിനക്ക് വേണ്ട. ഇതങ്ങ് കടമായിട്ടാണെന്ന് വിചാരിച്ചാൽ മതി. നീ പഠിച്ച് നാളൊരു കാലത്ത് നിനക്ക് മീനാക്ഷി ചേച്ചിയെ പോലെ നല്ലൊരു ജോലി കിട്ടും. അന്നേരം ശമ്പളം കിട്ടുന്ന സമയത്ത് ഇതെല്ലാം കൂടെ നീ കണക്ക് പറഞ്ഞെങ്കിൽ തിരിച്ച് തന്നാൽ മതി, ഞാൻ വാങ്ങിച്ചോളാം. പിന്നെ അതല്ല, ഇനി എന്നെ ഒരു ദുരിതഘട്ടത്തിൽ സഹായിച്ചേ പറ്റുള്ളെങ്കിൽ അപ്പം നമുക്ക് എന്തെങ്കിലും ആലോചിക്കാം ആ സമയത്ത്. അതുപോലെ ഇപ്പം നീ സങ്കടപ്പെടേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുമ്പോൾ മിത്രയ്ക്ക് ഇതുപോലൊരു ആശ്വാസം ഇല്ല കേട്ടോ. ഭയങ്കര സ്നേഹത്തോടെ സന്തോഷത്തോടെ മിത്ര അവിടെ നിൽക്കുക. ആരും ഞാൻ പുറത്തേക്ക് പോകാമെന്നും പറഞ്ഞു വെളിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ നേരെ മുറ്റത്ത് ശ്രീദേവി ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു ബൈക്കിലാണ് ആരും കയറി പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാലെടുത്ത് ബൈക്കിലേക്ക് വെക്കുന്നത് ശ്രീദേവി ഓടിക്കൊണ്ട് വന്നിട്ട് പറയാ, ആര്യ ഒന്ന് നിന്നേ. ആര്യനെ എങ്ങോട്ടാ? പുറത്തേക്ക് പോവാ? എന്താ വേണം? അല്ല, ഇത് ആരുടെ ബൈക്കാ? കൂട്ടുകാരൻ്റെ അല്ലേ? അപ്പോൾ ആര്യൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അല്ല, ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നല്ലേ ആനന്ദേട്ടൻ പറഞ്ഞതാ. അല്ല, ആനന്ദേട്ടൻ പറയണമെന്ന് വെച്ച് പറഞ്ഞല്ല, വേറെ എന്തോ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞതാ കേട്ടോ. പിന്നെ ആര്യ അച്ഛനോട് വഴക്ക് കൂടിയെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ 2 ദിവസത്തെ ദേഷ്യത്തിലല്ലേ വണ്ടി എടുക്കാണ്ടിരിക്കുന്നത്. അച്ഛനോട് ചെന്ന് ഒന്ന് സോറി പറഞ്ഞാലോ ക്ഷമ പറഞ്ഞാലോ തീരാവുന്നതല്ലേ ഉള്ളൂ. എന്തിനാ ഈ വാശിയും വൈരാഗ്യം വെച്ചുകൊണ്ട് നടക്കണ ആര്യ? പിന്നെ ഈ ഒരു ബൈക്ക് സ്വന്തം വണ്ടി ഓടിക്കുന്നതല്ലേ അതിൻ്റെ അന്തസ്സ്. കണ്ടവരെ വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ട കാര്യം എന്താ എന്നൊക്കെ ഇങ്ങനെ വലിയ ഗമയില ശ്രീദേവി പറയാട്ടോ. അപ്പം തന്നെ ആര്യ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ശ്രീദേവിയോട് പറയണം, അതെ ചേച്ചി ഒന്ന് നിന്നേ, എനിക്കൊരു ഏട്ടത്തി ഒന്ന് നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇത് കണ്ടവരെ വണ്ടിയൊന്നുമില്ല, ഇതെൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അതിലെനിക്കത്ര നാണക്കേടൊന്നുമില്ല. ശരി. പിന്നൊരു കാര്യം, ഇവിടെ എന്തായാലും ശ്രീദേവി ചേച്ചി ചെയ്തതൊന്നും ശരിയായില്ല കേട്ടോ എന്ന് പറയാം. എന്ത് ശരിയായില്ലെന്നാണ് നീ പറയണത്? ഞാനിപ്പോൾ ബൈക്കിൻ്റെ കാര്യം പറഞ്ഞതാണോ? ബൈക്കിൻ്റെ കാര്യമൊന്നും അല്ല, ഞാൻ ഇന്നലെ ഇവിടെ നടന്ന സംഭവത്തിൻ്റെ കാര്യമോ പറഞ്ഞത്. ഏട്ടത്തിക്ക് എന്തിൻ്റെ കേടായിരുന്നു അച്ഛനോട് പോയി മിത്രയുടെ ട്യൂഷൻ്റെ കാര്യത്തെക്കുറിച്ച് കൊളുത്തി കൊടുക്കാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ ശ്രീദേവി അന്തം വിട്ടു പോയി. എന്തായാലും ആരും കണ്ടില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യം ആര്യൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ നടുങ്ങിപ്പോയി കേട്ടോ ശ്രീദേവി. പിന്നെ ഞാനൊരു കാര്യം പറയാം. അത്
അല്ല അതങ്ങനെ പറഞ്ഞത് അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ, ഇവിടെ നടക്കുന്ന കാര്യം തന്നെയല്ലേ ആര്യ ഞാൻ പറഞ്ഞത്. ശരി, ഇവിടെ നടക്കുന്ന കാര്യം തന്നെയാണ് പറഞ്ഞത്. അത് ഏട്ടത്തിക്ക് പറയേണ്ട ഒരു കാര്യമില്ല, അത് ഏട്ടത്തി ബാധിക്കുന്ന കാര്യവുമല്ല. ട്യൂഷൻ എന്ന് പറയുന്നത് ഏട്ടത്തി സംബന്ധിച്ചിടത്തോളം ഒന്നും അല്ലായിരിക്കും. പക്ഷേ മിത്ര ആഗ്രഹിച്ചു കൊണ്ടുവന്ന കാര്യമാണ്. അത് അവളാണ് അച്ഛനോട് പറയേണ്ടത്, ഇല്ലെങ്കിൽ അമ്മ പറഞ്ഞോളും. അവർ തമ്മിൽ തീരുമാനിച്ചല്ലെങ്കിൽ പറഞ്ഞോളും. അവൾ പറയേണ്ട ഒരു കാര്യം ഏട്ടത്തി ചാടിക്കയറി ഓടിപ്പോയി അച്ഛൻ്റെ ചെവിയിൽ കൊളുത്തി കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അതല്ല ആര്യ, അതല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാൻ നോക്കാൻ. ഏട്ടത്തിയുടെ കാര്യങ്ങൾ നോക്കിയാൽ മാത്രം മതി. എല്ലാവരുടെ കാര്യത്തിലും കയറി അങ്ങ് ഇടപെടണ്ട, സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. പിന്നെ ആനന്ദേട്ടൻ്റെ കാര്യം എന്നും ആര്യം പറയുമ്പോൾ ഉടനെ ശ്രീദേവി ചോദിക്കുകയാണ്, എന്താ ആര്യം ഇങ്ങനെ പറയണേ? ഞാനപ്പോൾ ഇവിടുത്തെ ആരുമല്ലേ? ഇവിടുത്തെ ആരെങ്കിലുമൊക്കെ ആണ്. എന്നാണ് ആനന്ദേട്ടൻ നിങ്ങളെ ഇവിടെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത്? അന്ന് മുതൽ നിങ്ങളെ ഇവിടുത്തെ ആൾ തന്നെയാണ് എന്നും പറഞ്ഞ് എല്ലാവരുടെ കാര്യത്തിലും ഇടിച്ചു കയറി എല്ലാ കാര്യങ്ങളും സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനും ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അവരവർക്കറിയാം അവരവരുടെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. അതുപോലെ ഏട്ടത്തി ഭർത്താവിൻ്റെ കാര്യവും നോക്കി മാത്രം മതി. മറ്റുള്ളൊരു കാര്യം ദയവ് ചെയ്ത് ഇടപെട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പോൾ ഞാൻ പ്രശ്നക്കാരിയാണെന്നാണോ ആര്യം പറയുന്നത്? പ്രശ്നക്കാരിയാണെന്നല്ല പറയുന്നത്. തൊട്ടേനും പിടിച്ചതും ഓരോന്നും അച്ഛൻ്റെ ചെവിയിലേക്ക് കൊണ്ട് ഓതിക്കൊടുത്ത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. കേട്ടല്ലോ, എനിക്ക് ഇത്രയും പറയാനുള്ളൂ എന്നും പറഞ്ഞ് ആരും വണ്ടിയെടുത്ത് ഒരു പോക്കങ്ങ് പോയിട്ടോ. ശ്രീദേവി കണ്ണ് നിറഞ്ഞ് അന്തം വിട്ട് സങ്കടം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആകെ ചമ്മിപ്പോയി. എന്നിട്ട് അകത്ത് കയറി പോവുകയാണ്. അപ്പോൾ മീനാക്ഷി ഇപ്പം അതുപോലെ തന്നെ ലാസ്റ്റ് ദിവസമാണ് മീറ്റിങ്ങിൻ്റെ. അന്ന് റെഡിയാവുകയാണ് പോകാനായിട്ട്. അപ്പോൾ തന്നെ മാഡം വിളിച്ച് പറയുന്നുണ്ട്, വീണ മാഡം, മീനാക്ഷി ഇന്ന് ഉച്ചവരെ മാത്രമേ മീറ്റിംഗ് ഉള്ളൂ, അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണെന്ന് പറയുക. അതെയോ? ആ സന്തോഷത്തിലാണ് ആകാശിനോട് പറയാനായിട്ടോ. ആകാശ്, എനിക്കിന്ന് ഉച്ചവരെയേ ഉള്ളൂ, ഉച്ച കഴിഞ്ഞാൽ നമുക്ക് ഫ്രീയാണ്. അപ്പോൾ ഇന്ന് രാത്രി എന്തായാലും തിരിക്കണമല്ലോ ഇവിടുന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടും കൂടെ ഒന്ന് കറങ്ങാനൊക്കെ പോയാലോ എന്ന് മീനാക്ഷിയോട് ആകാശ് ചോദിക്കുമ്പോൾ, മീനാക്ഷി അതൊന്നും വിശ്വസിക്കണില്ല കേട്ടോ. എനിക്കിതൊന്നും വിശ്വാസമില്ല. കാരണം നടക്കാത്ത കാര്യത്തെക്കുറിച്ച് എന്തിനാ സ്വപ്നം കാണുന്നത്? ഇല്ല, നീ നോക്കിക്കോ, ഇന്ന് വൈകുന്നേരം നീ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടായിരിക്കും, ഉറപ്പ്. നമുക്ക് പുറത്തൊക്കെ പോവാം. അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് പ്ലാൻ ചെയ്തേ. ഞാനിങ്ങനെ പ്ലാൻ ചെയ്യണം, നമുക്ക് രണ്ടുപേർക്കും കൂടെ പ്ലാൻ ചെയ്യാം. ആകാശിൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ റെസ്റ്റോറൻറ്റിൽ, അവിടെ നമുക്ക് പോവാം, ഫുഡൊക്കെ കഴിക്കാം. പിന്നെ വീട്ടിലെ എല്ലാവർക്കും നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കണം, ചെറിയൊരു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വേണം നമുക്കിന്ന് തിരിച്ചു പോകാനായിട്ട്. ശരി, എന്നാൽ കാത്തിരുന്നു. അപ്പോഴേക്കും ബാലൻ ഫോണിൽ വിളിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ ആകാശിനെ. അപ്പോൾ ആകാശ് കുറേ ആയിട്ടും ഫോൺ എടുക്കണില്ല. അന്നേരം ബാലനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരാണ് കേട്ടോ. ഇവൻ എന്തായാലും അത്യാവശ്യത്തിന് വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത. അപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, എന്താ ആകാശം ഫോൺ എടുക്കാത്ത? ഇത് കസ്റ്റമർ കയറിയെന്നാ, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അവനെ വീണ്ടും തുടരെ വിളിക്കുമ്പോൾ മീനാക്ഷി പറയണം, എന്തായാലും നീ ആരാന്ന് വെച്ചാൽ ഫോൺ എടുത്ത് സംസാരിക്കാൻ, അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ നോക്കിക്കൊള്ളാം. ഇത് കസ്റ്റമർ ആരോ ആണെന്ന് തോന്നണു. എന്തായാലും ഞാനും കൂടെ നിൻ്റെ കൂടെ വരുക. എവിടേക്ക്? നിന്നെ ഞാൻ ഓഫീസിൽ വീട്ടിലേക്ക് പോകണുള്ളൂ. ശരി, എന്നാൽ പിന്നെ വാ, സംസാരിച്ചിട്ട് വാ. അതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കും. നീ ചെല്ല്, നീ താഴെ ഇറങ്ങി നിൽക്കും, ഞാൻ പുറകെ വരാമെന്ന് പറയാം. അങ്ങനെ മീനാക്ഷി ആദ്യം തന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഡോർ അടച്ചിട്ട് അച്ഛൻ്റെ കോൾ എടുക്കുകയാണ് ആകാശ്. അച്ഛ, എന്താ അച്ഛാന്ന് പറയാം. അപ്പോഴാണ് പറയണത്, എടാ നിന്നെ എത്ര തവണ വിളിച്ചടാ, നിനക്കൊക്കെ എന്താ ഫോൺ എടുത്തൂടെ? അല്ല അച്ഛാ, ഫോൺ സൈലൻറ്റിലായിരുന്നു, ഞാൻ കേട്ടില്ല. ശരി, ഇന്നെന്താ നിൻ്റെ പരിപാടി? ഞാൻ റൂമിൽ നിൽക്കുന്നേ ഉള്ളൂ. റൂമിൽ കുറ്റിയടിച്ചിരിക്കാനാണോ നിന്നോട് പറഞ്ഞു വിട്ടത്? ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞോ? അതെല്ലാം ചെയ്തച്ചാ. എന്നാൽ അത് മാത്രമല്ല, ഇന്ന് കുറച്ച് പണികളൂടെ ഉണ്ട്, അതുകൂടെ ചേർത്തിട്ട് വേണം നീ വരാനായിട്ട്. അയ്യോ, ആകാശ് വീണ്ടും പെട്ടുപോയിട്ടോ. അങ്ങനെ കുറേ പണികൾ ആകാശിനെ ഏൽപ്പിക്കാനും. ശരി അച്ഛാ, ശരി എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്നിട്ട് മീനാക്ഷി ചോദിക്കുന്നുണ്ട്, എന്താ ആകാശിൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നല്ലോ, വിഷമം പോലെ. എന്ത് പറ്റി? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, നീ വാ, നമുക്ക് പോവാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഉച്ചയ്ക്ക് ഇവിടെ എത്തുമല്ലോ അല്ലേ? എത്താം എന്ന് ആകാശ് ഉറപ്പും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീനാക്ഷിക്ക് ഉറപ്പ് പറഞ്ഞിട്ട് ആകാശ് മീനാക്ഷിയും കൊണ്ട് നേരെ ഓഫീസിലേക്ക് വിട്ടിട്ട് അച്ഛൻ പറഞ്ഞ ജോലിയിലേക്ക് തിരിഞ്ഞു പോവുകയാണ്. വീട്ടിൽ നമ്മുടെ മിത്ര അവിടെ ഇരുന്ന് എന്തൊക്കെയോ ബുക്കും കാര്യങ്ങളോ പത്രമോ എന്തൊക്കെയോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് സിറ്റ് ഔട്ടിലിരുന്ന്. അപ്പോഴാണ് അപ്പുറത്തെ അച്ചമ്മ ഓടി വന്ന് വിളിക്കണം കേട്ടോ, മോളേന്ന് വിളിക്കണം മതിലിൻ്റെ അക്കരെ നിന്നും കൊണ്ട്. അത് അച്ചമ്മയെ കാണുമ്പോൾ മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ മിത്ര നോക്കുമ്പോൾ അച്ചമ്മയാണല്ലോ വിളിക്കുന്നത്, ഓടിച്ചല്ല എന്ന് പറഞ്ഞ് ദേ വരുന്നെന്നും പറഞ്ഞ് ഓടി മതിലിൻ്റെ അപ്പുറത്ത് പോയി നിൽക്കുക കേട്ടോ. അങ്ങനെ അവർ അക്കരെ ഇക്കരെ സംസാരിക്കുകയാണ്. അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ, മോളെ നീ അവിടെ ട്യൂഷനൊക്കെ കുട്ടികൾക്ക് എടുക്കാൻ തുടങ്ങുന്നത് ഞാൻ അറിഞ്ഞു, എങ്ങനെയുണ്ട്, എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മിത്രയുടെ മുഖം വല്ലാണ്ട് അങ്ങ് വിഷമിച്ച് വാടി തളർന്ന് നിൽക്കട്ടെ. എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.